എങ്ങനെയാ ലഹരി ബാധിക്കുക എന്ന് കുട്ടികളിലേക്ക് വരാമെന്ന് നമുക്കത് നോക്കാം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിക്കുകയാണ്. 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിച്ചത് ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയാണ്. കല്യാണം കഴിക്കുമ്പോൾ നാട്ടിൽ സാധാരണ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നൊരു മനുഷ്യൻ. അയാൾ കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായി കുട്ടികളൊക്കെയായി 1 കുട്ടി 2 കുട്ടിയൊക്കെ ആയപ്പോഴേക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്തവും ബാധ്യതയും ഒക്കെ കൂടിയപ്പോൾ തനിക്ക് തുച്ഛമായി കിട്ടുന്ന വരുമാനം തികയാതെ വന്നപ്പോൾ ആ മനുഷ്യൻ കയ്യിലുള്ളതെല്ലാം പെറുക്കി കൂട്ടി കടം വാങ്ങി ഒരു വിസ എടുത്ത് ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞ പണിയൊന്നുമല്ല കിട്ടിയത്. ഭയങ്കര ബുദ്ധിമുട്ട്, പണിയെടുക്കാനും കഴിയില്ല. പറഞ്ഞ പണി കിട്ടാതെ ആയപ്പോൾ ബുദ്ധിമുട്ടായപ്പോൾ 2 വർഷം പിടിച്ച് കടിച്ചു നിന്ന് തനിക്കുണ്ടായ കടം മുഴുവൻ നാട്ടിൽ വീട്ടി കയ്യിലൊരു 1-2 ലക്ഷം രൂപ ബാക്കിയായപ്പോൾ ആ പണവും കൊണ്ട് ആ മനുഷ്യൻ ഗൾഫിൽ നിന്ന് എക്സിറ്റ് അടിച്ചിങ്ങ് പോന്നു. ആ പണി ചെയ്യാൻ കഴിയില്ല. ഇവിടെ വന്ന് അയാൾ അന്വേഷിച്ചു എന്ത് ജോലി, എന്ത് ബിസിനസ്. അപ്പോഴാണ് ആരോ പറഞ്ഞത്, നീ ഉള്ള പൈസക്ക് ഒരു ഓട്ടോറിക്ഷ വാങ്ങ്, വെറുതെ ബിസിനസ് തുടങ്ങിയിട്ട് അത് പൊളിയണ്ട, ഉള്ള പൈസക്ക് നീ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കോ. ആ മനുഷ്യൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങുന്നുണ്ട്. ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് അയാൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. ഒരു സ്റ്റാൻഡ് കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷ ഇട്ടു. ഓട്ടോറിക്ഷ ഇങ്ങനെ സ്റ്റാൻഡിലിട്ടു. ആൾക്കാർ വിളിക്കും, ഓട്ടം പോകും, തിരിച്ചു വരും. വൈകുന്നേരമാകുമ്പോൾ 8 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ തൻ്റെ കയ്യിലുള്ള പൈസ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഡീസൽ അടിച്ച് പെട്രോൾ അടിച്ച് ചെലവ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അയാളെ കയ്യിൽ ബാക്കിയാവുക 500-600 രൂപ. 3 കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം പോറ്റണം. 600 രൂപയാണ് ബാക്കിയായത്. അയാൾക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. തൻ്റെ കയ്യിലുള്ള 2 ലക്ഷം രൂപ എടുത്ത് വണ്ടി കടവിട്ട് ആ മനുഷ്യൻ വാങ്ങിയ ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷയ്ക്ക് അടവുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഇയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാൾ വീണ്ടും ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടിക്കുകയാണ്. 800-900 ഒക്കെ ചില ദിവസം അയാൾക്ക് കിട്ടും. അയാൾ ആകെ ടെൻഷനായി. അയാളെ മനസ്സിനകത്ത് വന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് വരുമാനം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് പഠിത്തം പിറകോട്ട് പോയ കുട്ടിയുണ്ട് ഈ കൂട്ടത്തിൽ. കുട്ടികളോട് ചോദിക്കാം, മകളെ പഠിക്കണ്ടേന്ന്. എന്തിന്? യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയാൽ പോരെ എന്നാ ചോദിക്കുക. ഉണ്ടോ? എന്നിട്ടോ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങിയിട്ട് ജയിക്കാം എന്ന് ചിന്തിക്കുന്ന മക്കളാപ്പുള്ള മക്കള്. പഠിക്കാൻ ആർക്കും താല്പര്യമില്ല. ഈ മനുഷ്യൻ പഠിക്കാത്തത് കൊണ്ട് ഇയാൾക്കൊരു ജോലിയും കിട്ടില്ല. തൻ്റെ കയ്യിൽ ദിവസം വരുന്ന 800-600 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയാതെ ആയപ്പോൾ ഇയാളാകെ ടെൻഷനായി. ഇയാൾക്കാകെ ജീവിതത്തിൽ പ്രശ്നമാണ്. എന്താ ചെയ്യാന്നറിയില്ല. മൂത്ത കുട്ടി പെൺകുട്ടിയാണ്. ആ കുട്ടി വളർന്നു വരികയാണ്. അതിനെ കല്യാണം കഴിക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, വീടുണ്ടാക്കണം. ഇയാൾക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങുകയാണ്. അയാളുടെ ടെൻഷൻ ഇങ്ങനെ കൂടിയിട്ട് ഓട്ടോറിക്ഷക്കകത്ത് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ ആ ഓട്ടോ സ്റ്റാൻഡിൽ മുടിയൊക്കെ നീട്ടി ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു ചെക്കൻ വന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? ഇയാൾ പറഞ്ഞു, ടെൻഷൻ. ഇയാൾ പറഞ്ഞു, നീ വാ, എൻ്റെ കൂടെ വാ, ടെൻഷൻ ഇല്ലാതാക്കാൻ എൻ്റെ അടുത്തൊരു സാധനമുണ്ട്, എൻ്റെ അടുത്ത് സാധനമുണ്ട്. ഇയാൾ കൂട്ടിക്കൊണ്ടു പോവുക. കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മൂലക്കൽ വെച്ചിട്ട് ഇയാൾ പറഞ്ഞു, കീശയെന്നൊരു ബീഡി എടുത്തു കൊടുത്തു. ഇത് വലിച്ചാൽ എൻ്റെ സകല ടെൻഷനും പോകും, ഫുള്ള് രസത്തിൽ എനിക്ക് ജീവിക്കാൻ. ആ മനുഷ്യൻ ആദ്യം അത് വലിച്ചപ്പോൾ തല ചുറ്റി. പിന്നെ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരിക്ക് അയാൾ അടിമയായി. അതിങ്ങനെ വലിക്കും, കഞ്ചാവ് വലിക്കും. ബോധം പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ബോധം വേണം, മക്കളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ബോധം വേണം. ബോധം പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ. കള്ളാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധം പോയി, പിന്നെ അവൻ്റെ മുമ്പിൽ ഒന്നുമില്ലല്ലോ, ടെൻഷനില്ലല്ലോ. പിന്നെ ബോധം വരുമ്പോൾ പിന്നെയും കുടിക്കണം. ഇയാൾ ഈ കഞ്ചാവ് ബീഡിയുടെ അടിമയായി മാറി. ദിവസം കിട്ടുന്ന 600-700 രൂപയിൽ നിന്ന് 200-300 കൊടുത്ത് ഇയാൾ കഞ്ചാവ് വാങ്ങി ഉപയോഗിച്ച് അയാളങ്ങനെ ആനന്ദം കണ്ടെത്തി. ഭാര്യക്കും മക്കൾക്കും ഒക്കെ മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ പത്രമൊന്നും ഇല്ലാത്ത, പുറം ലോകം കാണാത്ത ആ പാവം പെണ്ണിന് ഇയാളുടെ അകത്ത് കഞ്ചാവ് നുരയുന്നുണ്ടെന്ന് അറിയാതെ പോയി. അയാളങ്ങനെ ഉപയോഗിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ കഞ്ചാവ് എഫക്റ്റ് പോരാതായി. കഞ്ചാവ് അടിച്ചിട്ടും ബോധം വരുന്നത്. അപ്പോഴാണ് ആ മുടി നീട്ടിയ ചെക്കൻ ഇയാളോട് പറഞ്ഞത്, വേറൊരു സാധനമുണ്ട്, അത് സുഖാണ്, നീ ഇങ്ങനെ വലിക്കണ്ട, വലിച്ചാ മതി, മൂക്ക് പൊടിയാണ്. അപ്പോഴാണ് അയാൾ കൊണ്ടുപോയിട്ട് തൻ്റെ മൊബൈൽ ഫോണിൻ്റെ മുകളിൽ ഈ പൊടി ഇട്ടിട്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു ഉന്മാദം. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ സ്റ്റിമുലന്റ് ഉണ്ടോ, ഒരു ഉന്മാദം, ഒരു ഊർജം. ആ മനുഷ്യൻ എന്തൊക്കെയോ ഒരു എനർജി. ആ എനർജി വന്നപ്പോൾ അയാൾ നേരെ വീട്ടിൽ പോയി. നിങ്ങൾക്കറിയോ, അന്ന് രാത്രി ആ മനുഷ്യനെ പോലീസ് കയ്യും കാലും കെട്ടി പോലീസ് പിടിച്ചു കൊണ്ടുപോയി. ആ മനുഷ്യൻ തൻ്റെ ഭാര്യൻ്റെ അടുത്ത് വന്ന് കിടന്നു. ഭാര്യ തിരിഞ്ഞു കിടന്നു. ഇയാളുടെ സ്വഭാവത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ഭാര്യ തിരിഞ്ഞു കിടന്നു.
ഈ മനുഷ്യന് ഉറക്കം വരില്ല. ഈ സ്റ്റിമുലൻസ് ഉപയോഗിച്ച് ഉറക്കം വരില്ല, ഭയങ്കര എനർജി ആയിരിക്കും. ഇയാൾക്ക് ഉറക്കം വരില്ല. ഇയാൾ എഴുന്നേറ്റപ്പോൾ ഇയാൾ എന്തോ ഒരു ലോകത്താ. ഇയാൾ ആകെ ഉന്മാദം ബാധിച്ചിരിക്കുന്നു ഇയാൾക്ക്. ഇയാൾ നേരെ ചെന്നത് ഇയാളുടെ 11 വയസ്സുള്ള പെൺകുട്ടി കിടന്നുറങ്ങുന്ന റൂമിലേക്കാണ്. ആ പെൺകുട്ടി അയാൾ കടന്നു പിടിച്ചു. അവളുടെ വസ്ത്രം അയാൾ അഴിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടി ഉറക്കെ കരഞ്ഞപ്പോൾ കരച്ചിൽ കേട്ട് ഉമ്മ എഴുന്നേറ്റ് വന്നു. എത്ര പിടിച്ച് തള്ളിയിട്ടും ഈ മനുഷ്യനെ മാറ്റാൻ കഴിയുന്നില്ല. ആർത്ത് വിളി കേട്ട് രാത്രി 1 മണി സമയത്ത് അയൽവാസികൾ ഓടിക്കൂടുമ്പോൾ ഈ മനുഷ്യൻ ഉടുത്തുണിയില്ലാതെ ഈ വീട്ടിനകത്ത് നിൽക്കുകയാണ്. ആൾക്കാർ ഓടിക്കൂടി ഒരു പുതപ്പ് കൊണ്ട് ആ മനുഷ്യനെ വരിഞ്ഞു കെട്ടി, എന്നിട്ട് കയ്യും കാലും പുറകിൽ കെട്ടി പോലീസ് വന്നിട്ട് സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോക്സോ കേസെടുത്ത് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. നിങ്ങൾക്കറിയോ, അയാളെ ഞാൻ കാണുന്നത് ജയിലിൽ ചെന്നിട്ടാ. ഞാൻ ആ മനുഷ്യനെ കണ്ടത് ജയിലിനകത്താ. ജയിലിനകത്ത് കൗൺസിലിങ്ങും ജയിലിനകത്ത് ക്ലാസ്സും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾക്കൊക്കെ ഇത് കിട്ടും, അവസരം കിട്ടും. അങ്ങനെ പോയപ്പോഴാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ മനുഷ്യൻ കരയാണ്. അയാൾ കരച്ചിലാണ്. അയാളിപ്പോൾ ശിക്ഷ കിട്ടിയിട്ട്, ഇത് കോവിഡിന് തൊട്ട് മുമ്പാ, ഒരു 4 വർഷം കഴിഞ്ഞു ഞാൻ അയാളെ കാണുമ്പോൾ. ശിക്ഷ കിട്ടിയിട്ട് നിങ്ങൾക്കറിയോ, 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് 25-ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിയുടെ പിതാവായി ആ മനുഷ്യനെ പോലീസ് പിടിക്കുമ്പോൾ അയാൾക്ക് 36 വയസ്സ് പ്രായമാണ്. ഞാൻ ജയിലിൽ കാണുമ്പോൾ അയാൾക്ക് 40 വയസ്സ് പ്രായമാണ്. അയാൾക്ക് കോടതി വിധിച്ച ശിക്ഷ പോക്സോ കേസ് പ്രകാരം ആരാണോ സംരക്ഷിക്കേണ്ടത് അയാൾ തന്നെ പീഡിപ്പിച്ചാൽ ഇരട്ടി ശിക്ഷയാണ്. അയാൾക്ക് കോടതി വിധിച്ചത് 20 കൊല്ലത്തെ തടവാണ്. 20 കൊല്ലത്തെ തടവ് 36 വയസ്സുള്ള മനുഷ്യന് കോടതി വിധിച്ച ശിക്ഷയാണ്. പോക്സോ കേസിൽ 20 കൊല്ലം തടവ്, അതിൻ്റെ കൂടെ വിവിധ വകുപ്പുകൾ ചേർത്ത് 2 കൊല്ലത്തെ തടവ് വേറെ, 22 കൊല്ലം അയാൾ ജയിലിൽ കിടക്കണം. 36-ാമത്തെ വയസ്സിൽ ജയിലിലേക്ക് പോകണ മനുഷ്യൻ. ഇനി അയാൾ എപ്പോഴാണ് പുറത്തിറങ്ങുക? 46, 56, 58-ാമത്തെ വയസ്സിൽ താടിയും മുടിയും നരച്ച് എല്ലാ ശേഷിയും നശിച്ച് ജീവിതം മുഴുവൻ പോയി ആ മനുഷ്യൻ ജയിലിൽ പുറത്തിറങ്ങും. നിങ്ങൾ ചിന്തിക്കണം. അയാൾ എൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നത് എന്തിനറിയോ? അയാൾ പറയാണ്, സാറേ, ഈ ജയിലിൽ പലരുണ്ട്, കൊലപാതകികളുണ്ട്, കൊള്ളക്കാരുണ്ട്, കള്ളന്മാരുണ്ട്, വൃത്തികെട്ടവന്മാരുണ്ട്. പക്ഷേ ഇവരൊക്കെ തേടി ആരെങ്കിലുമൊക്കെ ജയിലിൽ വരും. ഇവരൊക്കെ തെരഞ്ഞ ആരെങ്കിലും, കൊലപാതകം നടത്തിയവനെ തേടി കൊടിസുനി അവനെ തെരഞ്ഞിട്ടും ആൾക്കാർ വരും ജയിലിൽ. എന്നിട്ടോ സംസാരിച്ച് ഭാര്യ വരും, മക്കൾ വരും, കുടുംബക്കാർ വരും, അയാളെ കാണും, സംസാരിക്കും. അതിനൊക്കെ ജയിലിൽ അവസരമുണ്ട്. പക്ഷേ 4 കൊല്ലമായിട്ട് ഈ മനുഷ്യനെ തേടി ഒരുത്തനും ഇതുവരെ ജയിലിൽ വന്നിട്ടില്ല. അയാളുടെ പെറ്റവും തള്ള പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു മോനില്ല, എൻ്റെ പേരക്കുട്ടിയെ കടന്നു പിടിച്ച് അവൻ എൻ്റെ മോനല്ല. അയാളുടെ ബാപ്പ പറഞ്ഞു, എനിക്കിനി ഇങ്ങനത്തെ ഒരാൾ വേണ്ട. ഭാര്യ ആദ്യമേ ഒഴിവാക്കി. മക്കൾ ഇനി അയാളെ തേടി പോവില്ല. 58-ാമത്തെ വയസ്സിൽ വാർദ്ധക്യത്തിൽ ആ മനുഷ്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അയാളെ മുമ്പിലുള്ളതൊരു ശൂന്യതയാണ്. ജീവിതം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് അയാള് ഇപ്പം അയാൾക്ക് ബോധമുണ്ട്. കാരണം എന്താ? ജയിലിൽ ഈ സാധനം കിട്ടാനില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചോ, ഞാൻ ഈ പറഞ്ഞ സംഭവം വെച്ച് നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ആലോചിച്ചോ.